ട്രിഗണോമെട്രി ഫങ്ഷൻസ് ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യത്തെ സെഷനിലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് അതെങ്ങനെയാണ് കാണല് അതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഫോർമുലകൾ പറഞ്ഞിരുന്നു. ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല, അതേപോലെ ഏരിയ ഓഫ് എ സെക്ടർ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. സോ ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് of a circle of radius 20 centimeter, subtending an angle of 135 degree at the center. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്ന, ഒരു സർക്കിളിന്റെ ആർക്ക് ലെങ്ത് വേണം. സർക്കിളിന്റെ റേഡിയസ് r is equal to 20 centimeter. സെൻട്രൽ ആംഗിൾ theta is equal to 135 degree. L നമ്മൾ കണ്ടുപിടിക്കണം. ഫോർമുല L is equal to r into തീറ്റ ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ r into തീറ്റ എന്ന ഫോർമുലയിലെ തീറ്റ റേഡിയൻ മെഷറിലാവണം നിർബന്ധമായി ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കിവിടെ തീറ്റ തന്നിരിക്കുന്നത് ഡിഗ്രി മെഷറിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു പൈ ബൈ 180. 135ഉം 180 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 45 ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 വരും, 4 വരും. സോ ദാറ്റ് ആംഗിൾ ഈസ് 3 pi by 4 റേഡിയൻ. Now L equal to r theta is equal to 20 into 3 pi by 4. That is equal to 5 into 3 pi, 15 pi. റേഡിയസ് സെന്റിമീറ്ററിൽ ആയതുകൊണ്ട് ആർക്ക് ലെങ്ത്തും സെന്റിമീറ്ററിൽ 15 pi അവിടെ വെച്ചാൽ മതി. ഓക്കെ, second question, find the radius of a circle. Radius of a circle in which a central angle 60 degree intercepts an arc of 50 centimeter. Find the radius of a circle in which a central angle of 60 degree intercepts an arc of 50 centimeter. അപ്പോൾ റേഡിയസ് നമുക്കറിയില്ല. സെൻട്രലിലേക്ക് 60 ഡിഗ്രി ആംഗിൾ ആണ് ഉണ്ടായത്. അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ആർക്കിന്റെ ലെങ്ത് 50 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ഈക്വൽ ടു 60 ഇൻറ്റു പൈ ബൈ 180 റേഡിയനിലാക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 3. ആർക്ക് ലെങ്ത് L ഇസ് ഈക്വൽ ടു 50 സെന്റിമീറ്റർ. R നമ്മൾ കണ്ടുപിടിക്കണം. L ഇസ് ഈക്വൽ ടു r തീറ്റ, r is equal to L by theta. That is equal to 50 divided by 5 by 3. That is equal to 50 into 3 divided by pi. 150 by pi centimeter. 150 divided by pi centimeter.
Third question. Find in degrees the angle subtended at the center of a circle find in degrees the angle subtended at the center of a circle of diameter 50 centimeter by an arc of length 60 centimeter. Bracket use pi equal to 22/7. ഇവിടെ എന്താ പറഞ്ഞടാ? ഫൈൻഡ് ഇൻ ഡിഗ്രീസ്, ഡിഗ്രി മെഷറിൽ കാണണം. ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 50. സർക്കിളിന്റെ ഡയമീറ്റർ 50. ആ ആംഗിൾ ഉണ്ടാക്കുന്ന ആർക്കിന്റെ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 60 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ റേഡിയസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഡയമീറ്ററിന്റെ പകുതിയല്ലേ റേഡിയസ്. 50/2 25 സെന്റിമീറ്റർ ആണ്. ആർക്ക് ലെങ്ത് L is equal to 50 സെന്റിമീറ്റർ ആണ്. തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. സെയിം ഫോർമുല. L is equal to R theta. Theta is equal to L/R. L/R is equal to 50 divided by 25, that is equal to 2. The R 25, L 50 അല്ലേ. That is theta is equal to 2. 2 എന്ന മെഷർ ഏതാണ്? ഈ മെഷർ 2 റേഡിയനാ. അത് നമ്മൾ ഡിഗ്രി ആക്കണം, കാരണം ഡിഗ്രിയിലാണ് ചോദിച്ചത്. ഫൈൻ തീറ്റ എന്നാണെങ്കിൽ 2 വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഫൈൻ ഡിഗ്രീസ് പറഞ്ഞു 2 × 180/π അത്രയും ഡിഗ്രി. യൂസ് പൈ കൊണ്ട് 22/7 പറഞ്ഞതുകൊണ്ട് 2 × 180/22/7 ഡിഗ്രി. That's equal to 2 × 180 × 7 or divided by 22. 222 cancel 11. 180 × 7. 1260 divided by 11 degree. അത് ഡിവൈഡ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ 2 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്യാം. 1260 divided by 11. 12 1, ബാലൻസ് 1, 16 1, 5, 50 4, 44, 6 ഡെസിമൽ, 60 5, 55, 50, 4, 44, 60 5. So this is equal to 114. രണ്ട് പ്ലേസ് റൗണ്ട് ചെയ്യുമ്പോൾ 545 ഉള്ളത് 55 ഡിഗ്രി. 2 ഡെസിമൽ പ്ലേസ് റൗണ്ട് ചെയ്തു. ഇതിനി 114 ഡിഗ്രി 5 × 6 മിനിറ്റ്, അടുത്തതും 5 തന്നെ × 36 സെക്കൻഡ്സ് ഈക്വൽ ടു 114 ഡിഗ്രി 30 മിനിറ്റ്സ് 5 × 36 180 സെക്കൻഡ്. 114 ഡിഗ്രി 180 എന്ന് പറഞ്ഞാൽ 3 × 60. 60 സെക്കൻഡ് 1 മിനിറ്റ് ആയതുകൊണ്ട് ഇത് 3 മിനിറ്റാ. അപ്പൊ ഇത് 33 മിനിറ്റ് ആവും.
ദാറ്റ് ഈസ് ആൻസർ. നമ്മള് റേഡിയസ് കാണുന്നത് ചെയ്തു, ആർക്ക് ലെങ്ത് കാണുന്നത് ചെയ്തു, ആംഗിൾ കാണുന്നത് ചെയ്തു. അങ്ങനെയൊക്കെയാണ് അവിടുന്ന് ആ ഫോമിൽ വെച്ചിട്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, if the arcs of same length in two circles subtend angles of 60 degree and 75 degree at the center, find the ratio of their radii. Arcs of same length in two circles subtends angles of 60 degree and 75 degree at the center. Find the ratio of their radii. റേഡിയസുകളുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ. റേഡിയസുകൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, റേഷ്യോ പറയാൻ പറ്റൂ. അപ്പൊ രണ്ട് സർക്കിളാണ്. ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിള് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്, ഒന്നിന്റെ 75 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് രണ്ട് വേറെ വേറെ ഡിസ്കസ് ചെയ്യാം. സർക്കിൾ 1 റേഡിയസ് R1 എടുത്തു, സെൻട്രൽ ആംഗിള് θ1 60 ഡിഗ്രി π/3. അതിന്റെ L1 R1 ഇൻറ്റു θ1 വരിക. R1 നമുക്കറിയില്ല, θ1 പകരം π/3 കൊടുത്തു. ഇവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ സർക്കിൾ 2 റേഡിയസ് R2, രണ്ടെണ്ണം ഒന്ന് R1 ഒന്ന് R2. അതിന്റെ സെൻട്രൽ ആംഗിള് 75 ഡിഗ്രി. അത് റേഡിയൻ ആക്കുമ്പോ 5π/12. അതിന്റെ L2 വരിക R2 ഇൻറ്റു θ2, R2 ഇൻറ്റു 5π/12. പക്ഷെ നമ്മളോട് പറഞ്ഞൊരു വിഷയം ആർക്സ് ഓഫ് സെയിം ലെങ്ത്. അപ്പൊ ഈ രണ്ട് സർക്കിളാണ്, രണ്ട് റേഡിയസ് ആണ്, രണ്ട് സെൻട്രൽ ആംഗിൾ ഒക്കെ ആണെങ്കിലും ആർക്ക് ലെങ്ത് രണ്ട് ഈക്വൽ ആണ്. ബട്ട് L1 is equal to L2 തന്നിട്ടുണ്ട്. അതാണ് സെയിം ലെങ്ത് പറഞ്ഞാൽ. That is R1 into π/3 is equal to R2 into 5π/12. Therefore, R1 divided by R2, R2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, equal to 5π/12 divided by π/3. That is R1 divided by R2 is equal to 5π/12 into 3/π. Pi cancel ആയി പോയി. 3/12 കട്ട് ചെയ്യുമ്പോൾ 4, 5 divided by 4. Therefore, R1 is to R2 is equal to 5:4. ഈ റേഷ്യോയിലായിരിക്കും. തിരിച്ച് R2 is to R1 ആണെങ്കിൽ 4:5. അതെങ്ങനെ ചെയ്യാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് റേഷ്യോ കാണുന്ന പ്രോബ്ലം ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ റേഡിയൻ ആക്കുന്ന പരിപാടി വേണോ, 60 വെച്ച് ചെയ്തൂടെ? അത് റേഷ്യോ കാണുന്ന പ്രോബ്ലം ആയതുകൊണ്ട് ഇതിപ്പോ നിങ്ങൾ 60:75 എടുത്താലും ഇത് തന്നെയാണ് കിട്ടുക, അതിന് കുഴപ്പമില്ല. 75:60, 5:4, 60:75 ആണെങ്കിൽ 4:5 കിട്ടും. പക്ഷെ നമ്മളെപ്പോഴും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നല്ലത്. R1 L1 ഈക്വൽ ടു ചെയ്താൽ റേഷ്യോ കാണുന്ന പ്രോബ്ലത്തില് ഈ
ഡിഗ്രി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യൽ നിർബന്ധമല്ല, അല്ലാതെ റേഷ്യോ എടുത്താലും ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The minute hand of a clock is 12 centimeter long. Full stop. How far its end point move in 40 minutes. 40 minutes time ആണ്. How far does it end points move in 40 minutes time? 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് ഹാൻഡിന്റെ അറ്റം എത്ര ലെങ്ത് മൂവ് ചെയ്യുന്നു? ഇതിപ്പോ ഏത് ഫോമിൽ വെച്ചാ ചെയ്യാ? ഞങ്ങളോട് പറഞ്ഞില്ലേ, ക്ലോക്ക് ആയാലും റൗണ്ടിലാണ് അത് കറങ്ങുക എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സർക്കിളാണ്. മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് നമ്മൾ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് പരിഗണിക്കുക. അപ്പൊ 6 മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് 12 സെന്റിമീറ്റർ. ഇനി നമുക്ക് തീറ്റ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ, തീറ്റ ഡയറക്റ്റ് തന്നില്ലെങ്കിലും തീറ്റ നമുക്ക് എഴുതാം. എത്ര മിനിറ്റ് സമയം കൊണ്ടാണ്? 40 മിനിറ്റ് സമയം കൊണ്ട് മിനിറ്റ് ഹാൻഡിന്റെ അറ്റം മൂവ് ചെയ്യൽ എത്രയാണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് ക്ലോക്ക് ആയാലും വാച്ച് ആയാലും മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് സമയം കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിള് 6 ഡിഗ്രിയാണ്. അവർ ഹാൻഡ് ആണെങ്കിൽ 1 അവർ ടൈം കൊണ്ട് 30 ഡിഗ്രിയാണ്. 6 ഡിഗ്രിയാണ് ഇവിടെ വരിക 1 മിനിറ്റ് കൊണ്ട്. അപ്പൊ 40 മിനിറ്റ് കൊണ്ട് 40 into 6 ഡിഗ്രി 240 ഡിഗ്രി. 240 into pi by 180, that is equal to 4 pi by 3. ക്ലിയർ അല്ലേ? 40 മിനിറ്റ് ടൈമാണ് ആകെ ഈ മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്തത്. ടൈം കൊണ്ടാണ്, 1 മിനിറ്റ് ടൈം കൊണ്ടാണ് 6 ഡിഗ്രി ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ 40 മിനിറ്റ് ടൈം കൊണ്ട് 40 into 6 ഡിഗ്രി. ഇനി അത് മൂവ് ചെയ്തുണ്ടാക്കുന്ന ലെങ്ത് പറഞ്ഞാൽ എല്ലാണ്. ആർക്ക് ലെങ്ത്, ആ അറ്റം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലെങ്ത്. L is equal to R into theta. അപ്പൊ അത് 12 into 4 pi by 3. That is equal to 4 into 4, 16 pi centimeter. ഓക്കെ, അപ്പൊ ഇത് അവർ ഹാൻഡിന്റെ ചോദിക്കാം. അവർ ഹാൻഡ് ചോദിക്കുമ്പോ എത്രയാണോ അവർ നോക്കിയിട്ട് അത് ഇൻറ്റു 30 ഡിഗ്രി എടുത്താൽ ആംഗിൾ കിട്ടും. അവർ ഹാൻഡിന് മിനിറ്റ് ഹാൻഡ് എടുക്കുന്ന ആംഗിൾ കാണുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ വീൽ മേക്സ് 180 revolutions in 1 minute. Through how many radians does it move in 1 second? ഒരു വീല് 1 മിനിറ്റില് 180 റൊട്ടേഷൻ തിരിയും. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അത് എത്ര റേഡിയൻ ആംഗിള്, ത്രൂ ഹൗ മെനി റേഡിയൻസ് ഡസ് ഇറ്റ് മൂവ് ഇൻ 1 സെക്കൻഡ്? അപ്പൊ ഇവിടെ ആലോചിച്ച് നോക്കൂ,
1 മിനിറ്റ് കൊണ്ട് 180 കറക്കം കറങ്ങും. അപ്പൊ 1 മിനിറ്റില് 180 റെവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡിൽ 180 റെവല്യൂഷൻ. കാരണം ഞാൻ സെക്കൻഡിലേക്ക് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ 1 സെക്കൻഡിൽ അത് റൊട്ടേറ്റ് ചെയ്ത ആംഗിളാ ചോദിച്ചത്. അപ്പൊ 1 സെക്കൻഡ് കൊണ്ട് 180 ഡിവൈഡഡ് ബൈ 60 ഇസ് ഈക്വൽ ടു 3 റെവല്യൂഷൻസ് വരും. 3 കറക്കം കറങ്ങും 1 സെക്കൻഡ് കൊണ്ട്. നമ്മളോട് ചോദിച്ചത് 1 സെക്കൻഡ് കൊണ്ട് എത്ര ആംഗിൾ അത് പോവാം, എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ റെക്കോർഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു ആലോചിച്ച് നോക്കൂ, 3 റൊട്ടേഷൻ അല്ലേ വരുന്നത്. 1 റൊട്ടേഷൻ കൊണ്ട് എത്ര ആംഗിൾ വരിക? 1 റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്താൽ 360 ഡിഗ്രി 2π റേഡിയൻ. അപ്പൊ 3 റൊട്ടേഷൻ ആണെങ്കിൽ 3 into 2π 6π. ക്ലിയർ അല്ലേ? നമ്മൾ ആദ്യം 1 മിനിറ്റ് കൊണ്ട് 180 കറക്കം കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് കൊണ്ട് 180 റൊട്ടേഷൻ. അപ്പൊ 1 സെക്കൻഡ് കൊണ്ട് 180 by 60 3 റൊട്ടേഷൻ. അപ്പൊ റെക്കോർഡ് ആംഗിൾ 3 into 1 റൊട്ടേഷൻ തിരിയുമ്പോൾ 2π ആംഗിൾ. അപ്പൊ 3 into 2π ദാറ്റ് ഇസ് ഈക്വൽ ടു 6π ആംഗിൾ. ഓക്കെ, ഈ സെഷനിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വി ഷാൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇനി നമ്മൾ ട്രിഗ്നോമെട്രിയിലേക്കാണ് പോവുക കേട്ടോ.